കേരളത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ അവസരങ്ങളിൽ അദ്ദേഹത്തോട് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ ഇനി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഒരു നല്ല രസതന്ത്രമുണ്ടായിരുന്നു. ഞാൻ KPCC പ്രസിഡന്റും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായ ഒരു രസതന്ത്രം. പാർട്ടി പ്രവർത്തകർക്ക് ആർക്കും നമ്മൾ ശമ്പളം കൊടുക്കാറില്ല. കോൺഗ്രസ് എന്ന വികാരമാണ് കോൺഗ്രസിലെ ആളുകളെ നിർത്തുന്നത്. അതുകൊണ്ട് വരുന്ന ആ പാർട്ടി പ്രവർത്തകന്റെ പ്രയാസങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞെന്നിരിക്കാം, പ്രയാസങ്ങൾ നമ്മളോട് പറഞ്ഞെന്നിരിക്കാം, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളോട് തിരിച്ചു പറഞ്ഞെന്നിരിക്കാം. അവരോട് കോപിക്കുകയല്ല വേണ്ടത്, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. കാരണം ആരും നമ്മുടെ പെയ്ഡ് വർക്കേഴ്സ് നമ്മുടെ പാർട്ടിയിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഓർത്തിട്ടുള്ള ഒരാൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നതിന് ഒത്തിരി നേതാക്കന്മാരോട് സംസാരിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ അവസരങ്ങളിൽ അദ്ദേഹത്തോട് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ ഇനി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഒരു നല്ല രസതന്ത്രമുണ്ടായിരുന്നു. ഞാൻ KPCC പ്രസിഡന്റും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായ ഒരു രസതന്ത്രം. പാർട്ടി നേതൃത്വവും പാർലമെന്ററി പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന ഒരു ഐക്യം, അതായിരുന്നു കോൺഗ്രസിന് എന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള കാരണമാണ്. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടാകാതെ പോയതും അതാണ്. അതിൻ്റെതായ ദൗർബല്യങ്ങൾ പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി നേതൃത്വവും, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാർട്ടി നേതൃത്വവും പാർലമെന്ററി പാർട്ടി നേതൃത്വവും ഒരുപോലെ ഒരു മനസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള രസതന്ത്രമായിരുന്നു എന്നതൊരു വസ്തുതയാണ്. തീർച്ചയായും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ച വ്യക്തിയാണെങ്കിൽ, എന്നെ ഒരു അനിതനെ പോലെ ചേർത്ത് നിർത്തിയ വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി എന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ശുക്രനക്ഷത്രമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം നൽകിയ നേട്ടങ്ങൾ, നൽകിയ സംഭാവനകൾ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ആധുനിക കേരളത്തിന് ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകളെ കാലവും ചരിത്രവും എന്നും ഓർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും എന്റെ പ്രസിഡന്റ് ശ്രീ പാലോട് രവിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.